അന്നല്ല നായ്ക്കുട്ടിയെ വരുന്നേ മിണ്ടായിരിക്കും നീ ശബ്ദം ഉണ്ടാക്കുമ്പോ. നോക്കടി നായയെ അടിക്കാൻ പോണ്. ഉണ്ടാതിരിക്കേ എടുക്കട്ടെ എനിക്ക് വീഡിയോ എടുക്കണ്ടേ. അടിക്കാനൊന്നും പോണില്ല അവര്. ബാ 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 ബാ. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ ഇതാ പൂച്ചക്കുട്ടികൾ 6 മണിക്ക് എഴുന്നേറ്റു, കാറ്റ് ഫുഡ് കഴിച്ചു, പാല് കുടിച്ചു. എന്നിട്ട് ഇതാ മുറ്റത്ത് കൂടെയൊക്കെ ഒന്ന് അങ്ങടും ഇങ്ങടൊക്കെ നടന്നിട്ട് ഇനി പുല്ല് തിന്നാൻ പോണ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റോഡ് സൈഡ് തന്നെയാണ് വീട്. അപ്പോൾ റോഡിൻ്റെ രണ്ടരികിൽ നല്ലോണം പുല്ലുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്നും ഇവിടെ പുല്ല് കഴിക്കും. പൂച്ചകൾ പുല്ല് കഴിക്കും കേട്ടോ. അവരുടെ വയറിൻ്റെ ഒരു പ്രശ്നത്തിന് അവർ തന്നെ സ്വയം ചികിത്സിക്കണതാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിപ്പോൾ അത് എത്ര തടഞ്ഞാലും അവർ പോവും. പിന്നെ ഇങ്ങനെ റോട്ടിലേക്ക് പോണ് കാണുമ്പോൾ ഞാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടികളൊക്കെ പോണ സമയത്ത് അവരൊക്കെ പതുക്കെ തന്നെയാണ് പോവുക. എല്ലാവർക്കും അറിയാം കേട്ടോ, അവിടെ നിറയെ പൂച്ചക്കുട്ടികളുള്ള വീടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നാലും ഞാനിവിടെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അധികം നേരമൊന്നും അവരവിടെ നിൽക്കില്ല കേട്ടോ, കുറച്ച് നേരം തന്നെ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോഴേക്കും നമ്മളിങ്ങോട്ട് തന്നെ വിളിക്കും. അപ്പോൾ ഇതാ 1-2 വണ്ടിയൊക്കെ പോകുമ്പോഴേക്കും അവരിങ്ങോട്ട് ഓടി വരും ചെയ്യും കേട്ടോ. അപ്പോൾ എന്താണ് ഇങ്ങനെ ഗേറ്റിൻ്റെ അടിയിൽ നെറ്റ് അടിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗേറ്റിൻ്റെ അടിയിൽ നെറ്റൊക്കെ അടിച്ചാൽ അവർ മതിൽ ചാടി പോവും കേട്ടോ. അത് അവർ പോവും, നമ്മളതൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം അത്രയും റോഡ് സൈഡാണ് വീട്. പിന്നെ എപ്പോഴും ഇങ്ങനെ പൂട്ടിയിടാനൊന്നും പറ്റില്ലല്ലോ, അവർക്ക് ഒത്തിരി സ്വാതന്ത്ര്യമൊക്കെ വേണ്ടേ. അപ്പോൾ തുറന്നു വിട്ടില്ലെങ്കിൽ അവരിങ്ങനെ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ. അത് കാരണം കൊണ്ടാണ് തുറന്നു വിടുന്നത്. തുറന്നു വിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ മാക്സിമം ഇങ്ങനെ സിറ്റ് ഔട്ടിലും വർക്ക് ഏരിയയിലൊക്കെ ആയിട്ട് അവരിങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനും തുറന്നു വിടുന്നത്. അപ്പോൾ ഇതാ എല്ലാ പരിപാടി പുല്ല് തിന്നലും പാല് കുടിക്കലും കാറ്റ് ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ സിറ്റ് ഔട്ടിൽ കയറി കിടക്കണം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ ബൊമ്മി രാവിലെ ഇന്ന് യോഗ ചെയ്യട്ടോ. ഇതാണ് ബൊമ്മിയുടെ യോഗ ചെയ്യണ സ്ഥലം. യോഗ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ്. അവൾ ഈ മരത്തിൽ ഇതാ ഈ ഓറഞ്ച് പൂ ഉണ്ടാവണ മരം കണ്ടോ, കാട്ടു തെച്ചിയാണ് തോന്നുന്നു കേട്ടോ അത്. ഇതിലിങ്ങനെ ചെറിയ അടയ്ക്ക കുരുവികൾ വന്നിരിക്കും, അതിന് പിടിക്കാൻ വേണ്ടി ഇരിക്കണതാണ് കേട്ടോ. ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവനോടെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പറത്തി വിടും കേട്ടോ. ചിലതൊക്കെ ചത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് രാവിലെ കറക്റ്റ് സമയത്ത് ബൊമ്മിക്കുട്ടിയുടെ യോഗ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ കുറച്ച് സ്നാക്സൊക്കെ കഴിക്കാൻ കേട്ടോ ഇവർക്ക് ഈ മുറുക്ക്, ചിപ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ കറുമുറ പലഹാരങ്ങളൊക്കെ, അതൊക്കെ കഴിക്കാൻ ഈ പൂച്ചക്കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ മീൻ വേവിക്കുകയാണ് അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ബഹളം കണ്ടോളൂ കേട്ടോ. ഇത് ഇപ്പുറത്തെ സൈഡിലുള്ളതാണ് കേട്ടോ.
ഇവിടെയും കുറച്ച് പേര് വന്നിട്ട് ഞാൻ എങ്ങോട്ട് നീങ്ങണോ അതിനനുസരിച്ച് അവർ ഓടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അവരെ ഉള്ളിലിട്ടിട്ട് എനിക്ക് മീൻ വേവിക്കാനൊന്നും പറ്റില്ല കേട്ടോ. സാധാരണ ഞാൻ മുകളിലിട്ടിട്ടാണ് മീനൊക്കെ വേവിക്കാറ്. ഇന്നിപ്പോൾ ഇവർ പുറത്തായതുകൊണ്ടാണ് ഇത്രയും ബഹളം ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഈ ചൂടുള്ള വേവിച്ച മീൻ എനിക്കതൊക്കെ ഒന്ന് എടുത്ത് ചോറ് കൂട്ടി കുഴയ്ക്കാനുള്ളൊരു സാവകാശം അവർ തരുന്നില്ല. അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ. മീനിൻ്റെ മണം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്താണ്. അപ്പോൾ ഇത് അയിലായിരുന്നു കേട്ടോ. അയിലേക്ക് വേവിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാനിത് 2-3 ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ പിന്നെ മീൻ വാങ്ങണില്ല കേട്ടോ. ഇപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ, ചിക്കൻ്റെയും ഫിഷൊക്കെ ഗ്രേവിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ചോറ് കൊടുക്കുന്നത്. എന്നാൽ കുറേ പേര് പറയുന്നുണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയണുണ്ട്. അപ്പോൾ എന്തായാലും 2-3 ദിവസമായിട്ട് നമ്മളിത് മീൻ വാങ്ങിയിട്ടുമില്ല കേട്ടോ. കോഴിമുട്ട കുത്തി വറുത്തിട്ട് അതിൽ ചോറ് മിക്സ് ചെയ്തിട്ടും ഗ്രേവി മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ചോറ് കൊടുക്കണത്. അപ്പം ഇതാ ഞാൻ മീനൊക്കെ കൂട്ടി ഉടച്ച ചോറ് ഇതാ മുകളിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത് ചെറിയ കുട്ടികളാണ് കേട്ടോ, വലിയ ആൾക്കാരൊക്കെ താഴെയുണ്ട്. അപ്പോൾ ചോറൊക്കെ കിട്ടിയപ്പോൾ എല്ലാവരും സൈലൻ്റായി. അപ്പോൾ ഇതാ കുറിഞ്ഞ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ കുറിഞ്ഞിക്കും കൊടുക്കട്ടെ. അപ്പോൾ അവളുടെ കുട്ടികൾ 2 പേരും ആട്ടപ്പെട്ടിയുടെ ഉള്ളിലുണ്ട് കേട്ടോ. അവളിവിടെയാണ് കേട്ടോ. ഞാൻ രാത്രിയൊക്കെ അവളിവിടെയാണ് അടച്ചിടുക. പകലൊക്കെ അവളിങ്ങനെ കൂട് കുറച്ച് തുറന്ന് വെക്കും. അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യും. പിന്നെ ഉച്ചനേരത്ത് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവളെ ഉള്ളിലാക്കിയിട്ട് കൂട് അടയ്ക്കും കേട്ടോ. എന്തെങ്കിലും നായ എന്തെങ്കിലും വന്നാലോ എന്ന് പേടിച്ചിട്ടാണ്. ഇപ്പോൾ കുറേ ആയിട്ടൊന്നും വീടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ നായ്ക്കൾ വരാറില്ല കേട്ടോ. മുമ്പൊക്കെ വന്നിരുന്നു കേട്ടോ. ഈ വേട്ടപ്പട്ടികൾ വരും, നല്ല ഹൈറ്റും വെയിറ്റുള്ള നായ്ക്കൾ വന്നിട്ട് അവരൊരു ഗ്യാങ്ങായിട്ട് വന്നിട്ട് നമ്മുടെ പൂച്ചക്കുട്ടികളെ പിടിച്ച് കൊടയും കേട്ടോ. ഇപ്പം ദണ്ട ഊണൊക്കെ കഴിഞ്ഞിട്ട് എന്താ ലോഹ്യ നോക്കി നോക്കൂ. അപ്പം എന്നോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഓ എന്താ സ്നേഹം. അപ്പോൾ കൊഞ്ചി കുഴയാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഉച്ചയൊക്കെ ആയി കേട്ടോ. 11-11:30 ആയിട്ടുണ്ട് ചോറൊക്കെ കൊടുത്തപ്പോൾ. ഇനി അവരും കൂടെ ഉറങ്ങും. വൈകുന്നേരം വരെ ഇവരിവിടെ കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഉച്ചനേരത്തൊക്കെ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇത്തിരി നേരമൊക്കെ തുറന്നു വിടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇനി വൈകുന്നേരം തന്നെ തുറക്കുള്ളൂ. അപ്പോൾ അതാ കുറച്ച് ചോറ് നമ്മുടെ നായ്ക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. നായ്ക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കൊടുക്കും കേട്ടോ, ബ്രെഡോ ബിസ്ക്കറ്റോ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇവർ വലിയ ആൾക്കാരൊക്കെ ഊണ് കഴിഞ്ഞിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടോ, ഒരു തെണ്ടാൻ പോയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം എങ്ങടാ തെണ്ടാൻ പോയെന്ന് ചോദിച്ചൊന്ന് മിരട്ടി ഇപ്പോൾ പേടിച്ചിട്ട് നിൽക്കണം നിൽപ്പാണ് കേട്ടോ. അത് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നല്ലോണം അറിയാം കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞാലും ഇവർക്ക് അറിയാം. കണ്ടോ, കിടന്നില്ല, അവിടെ ഇരുന്നു. എന്തോ ചീത്ത പറഞ്ഞു, എന്തോ മോശമായിട്ട് ഞങ്ങൾ സംസാരിച്ചു പറഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കണത്. വിഷമമായി, ഭയങ്കര വിഷമമൊക്കെ ആക്ട് ചെയ്തിട്ട് ഇരിക്കുകയാണ്. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ കേട്ടോ. അത് നമ്മളങ്ങോട്ട് ഉള്ളിൽ പോയാൽ പിന്നാലെ വരും. അപ്പോൾ ബൊമ്മിക്കുട്ടിയുടെ ഒരു ചെവിയിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചെവിയിൽ ഒഴിക്കണ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബഹളമാണ് കേട്ടോ ഈ കാണുന്നത്. ചെവിയിൽ എന്തൊക്കെ ചെയ്താലും ബൊമ്മിക്കുട്ടി മരുന്ന് ഒഴിക്കാൻ സമ്മതിക്കുകയില്ല കേട്ടോ. അപ്പോൾ ഇവർ 2 പേരും കൂടിയാണ് മരുന്ന് ഒഴിക്കണത് കേട്ടോ. അപ്പോൾ ബൊമ്മിക്കുട്ടീനെ എന്തോ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുള്ള വിഷമമാണ് ബൊമ്മിക്കുട്ടിക്ക്. അല്ലെങ്കിൽ ചെവി വേദന. അതിൻ്റെ ഇടയിൽ എന്താ ഇവരിങ്ങനെ വെള്ളം മുക്കി ഒഴിക്കണേ പറഞ്ഞിട്ടോ ബൊമ്മിക്കുട്ടി ചെവി പിടിച്ചിരിക്കുന്നത്. ചേച്ചിമാർ ദ്രോഹിക്കുകയാണ് പറഞ്ഞിട്ട് ബൊമ്മിക്കുട്ടി ഇരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചെവി സുഖില്ല, അതിൻ്റെ ഇടയിൽ അവരുടെയും കൂടിയും പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറേ പേര് വലിയ ആൾക്കാരൊക്കെ ഇതാ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. വർക്കേരിയയിൽ കുറച്ച് കുട്ടികളും ഉണ്ട്. ഇവരിങ്ങനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വർക്കേരിയയിലാണ് കേട്ടോ ഇവർ വന്ന് കിടക്കുക. ഈ വർക്കേരിയൊക്കെ അവരുടെ സ്വന്തമാണ് കേട്ടോ. ഇതാ വാഷിംഗ് മെഷീൻ്റെ മുകളിലൊക്കെ തുണി വിരിച്ചിരിക്കുന്നത്, മെഷീൻ്റെ മുകളിലൊക്കെ അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതാ എന്നാലും അവരെന്നെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അവിടുത്തെ മണ്ണൊക്കെ ഒന്ന് മാറ്റിയിടുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അനിയത്തിയും കൂടിയൊക്കെ അത് 2 ദിവസം അങ്ങനെ മാറി മാറി ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണ് ഇനി അത് കഴിഞ്ഞ് ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ വീട് പണിക്ക് കൊടുന്ന പാറമണൽ ബാക്കിയുണ്ട്, അതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവർക്ക് എടുത്തെടുത്തെടുത്ത് പാറമണലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ലോഡ് പാറമണൽ അടിക്കേണ്ടി വരും ഇവർക്ക് വെക്കാൻ വേണ്ടിയിട്ട്. എന്താ ചെയ്യുക.
അപ്പോൾ നിങ്ങൾ പറയുന്ന കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ സ്നേഹം സപ്പോർട്ടൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇതിൽ തന്നെ എനിക്കൊരു മെസ്സേജൊക്കെ വന്ന് എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ എൻ്റെ എന്താ പറയുക ഭയങ്കര സന്തോഷം വന്നു, അതേപോലെ സങ്കടം വന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടിയൊക്കെ ഓരോ മാസം 10 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ ഓരോ മാസം ഓരോ പൂച്ചയുടെ പ്രസവം നിർത്താമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. വീട്ടിൽ ആരുടെയൊക്കെ ഉണ്ടെങ്കിൽ ബന്ധുക്കളോടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. അതല്ലാതെ ഞാനങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വേണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. എന്നോട് അതേപോലെ ഗൂഗിൾ പേ നമ്പറൊക്കെ ചോദിക്കാറുണ്ട്. അതൊന്നും വേണ്ട. നിങ്ങൾക്ക് അങ്ങനെ ഇത്രയും മിണ്ടാപ്രാണികളോട് സ്നേഹമുണ്ട്, അങ്ങനെ നോക്കണവരോട് സ്നേഹമുണ്ട് ചെന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയാണ് കേട്ടോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാ കുഞ്ഞുമ്മക്കുട്ടി വന്നിട്ട് ഭയങ്കര കൊഞ്ചി കുഴഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. വന്ന് ഊണൊക്കെ കഴിഞ്ഞിട്ട് നേരെ മടിയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ബസ്സിൽ മഴയാണ്. ഇപ്പം എന്തായാലും 2 ദിവസമായിട്ട് വെയിലുണ്ട്, അതുവരെ നല്ല മഴയായിരുന്നു. അപ്പം ഞാനിതാ കൈയൊക്കെ ഇങ്ങനെ മാറ്റി പിടിച്ചാലും അവളെങ്ങനെ മടിയിലിരിക്കും കേട്ടോ, അവളെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും അങ്ങനെയൊക്കെ പറഞ്ഞുല്ലോ, അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. മനസ്സിൽ നിന്നാണ് പറയുന്നത് കേട്ടോ, ഒരുപാട് സന്തോഷം. അപ്പോൾ എനിക്ക് ആരും പൈസ അയക്കൊന്നും വേണ്ട, എന്നെ ഏതെങ്കിലും യൂട്യൂബിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കണ്ടുപോകുന്ന ആൾക്കാരോടും കൂടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മിണ്ടാപ്രാണികളെ താങ്ങും തണലാവുന്ന ആൾക്കാരോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, അത്ര മതി. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തുടങ്ങി തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്ക് ആവുകയാണെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ നോക്കാനുള്ളതെങ്കിലും കിട്ടില്ലോ എന്നുള്ള ഒരു മോഹത്തിൻ്റെ മുകളിലാണ് കേട്ടോ തുടങ്ങിയത്. അതിനി അതിമോഹമാവണമെന്നൊന്നും അറിയില്ല, എന്തായാലും വരുന്ന പോലെ വരട്ടെ. ഇപ്പം കണ്ടില്ലേ പൂച്ചക്കുട്ടികളുടെയൊക്കെ സ്നേഹം കണ്ടില്ലേ, ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അത് കണ്ടുകൊണ്ടാണ് എനിക്ക് ഇവരെ ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവരെങ്ങനെ നോക്കി വളർത്താൻ നല്ല കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.